ചേട്ടാ, ഇവിടെ അടുത്തൊരു ദേവിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ വീടുണ്ട്, അറിയൂ? ആ അറിയാം. അവരെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാണേ. ഒരു മാരേജ് പ്രപ്പോസൽ. ആർക്കു വേണ്ടിയാ? വേറെ ആർക്കും അല്ല, എനിക്ക് തന്നെയാണ്. തന്നെ കണ്ടിട്ട് നല്ല പ്രായമുണ്ടല്ലോ. 10-35 വയസ്സുണ്ട് ചേട്ടാ. പിന്നെ അവർക്ക് 30 വയസ്സൊക്കെ ഉണ്ടെന്നാ ഞാനും കേട്ടത്. നിനക്കെന്നെ പണി? സർക്കാർ ജോലിയുണ്ട് ചേട്ടാ, LDC-യാ. അല്ല, ചേട്ടൻ എന്തിനാ ഇതൊക്കെ അറിയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നീ ഇങ്ങോട്ട് കയറി വന്ന് ചോദിച്ചല്ലേ? അല്ല, ഞാൻ അങ്ങോട്ട് കെട്ടിക്കയറി വന്ന വല്ലതാണോ? ചേട്ടൻ അറിയോ ചേട്ടാ ഈ കുട്ടിയുടെ വീട് ഏതാന്ന്? എടോ, തനിക്ക് കല്യാണം കഴിഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇയാള് കല്യാണം കഴിഞ്ഞിട്ട് ഇയാളുടെ കെട്ടിയുടെ വീട്ടിലാണോ പോയി നിൽക്കുന്നത്? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് അറിയാവുന്നൊരു വീട്ടുകാരായത്. തന്നെ കണ്ടിട്ട് തനിക്ക് പറ്റിയാന്ന് തോന്നില്ലേ ബന്ധം? രക്ഷപ്പെട്ടു. ഇവിടെ വന്നപ്പോഴേ എനിക്ക് നല്ല വശപ്പശവ് തോന്നിയതാ. വന്ന കാരണം കുറച്ച് നല്ല നാട്ടുകാരെ കാണാൻ പറ്റി. ബ്രോ, ഒന്നിക്കാവോ? എന്നാ? ആ കൊച്ചിനെ എനിക്ക് അറിയാവുന്ന കൊച്ചാ, നല്ല കൊച്ചാ. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കിയോ? അപ്പൊ എന്നാ നിങ്ങളുടെ വായി പഴമായിരുന്നു? അവന്റെ ചങ്ക് കൂട്ടുകാരനാ ബ്രോ. ബെസ്റ്റ്, നല്ല കൂട്ടുകാരനാ. നിങ്ങൾ വന്ന് അവനോട് ചോദിച്ചാ പെങ്കൊച്ചില്ലേ, അതേതാ നിങ്ങൾക്കറിയോ? ഇല്ല, അതല്ലേ ഞാൻ അന്വേഷിക്കാൻ വന്നു. അവന്റെ പെങ്ങളെ പറ്റി തന്നെയാ നിങ്ങൾ അവനോട് അന്വേഷിച്ചേ. എന്നിട്ടാണോ അയാൾ ഇത്രയും നെഗറ്റീവ് ഒക്കെ പറഞ്ഞത്? ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേഷ്യന്റ് അവൻ. അവന്റെ വീട്ടിൽ അവനെ കൂടാതെ പിന്നെ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ഓർമ്മയും ഇല്ല. അവൻ എന്തേലും പറ്റിയ പെങ്ങളെ കെട്ടിച്ചു വിട്ടാ പിന്നെ അമ്മയ്ക്ക് ആരും ഇല്ലെന്ന് ഓർത്തിട്ടാ അവൻ ഓരോ കല്യാണവും മുടക്കുന്നേ. സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കുന്ന ഒരു ആങ്ങളയുടെ വിഷമം. ഇങ്ങനെ ചെയ്തിട്ട് അയാളുടെ സ്വന്തം പെങ്ങളുടെ ജീവിതം തന്നെയല്ലേ നശിപ്പിക്കുക? അതൊക്കെ അവളും കൂടെ അറിഞ്ഞോണ്ടല്ലേ മുടക്കലാ. അവൻ ആദ്യം ചോദിച്ചില്ലേ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കുമെന്ന്. അങ്ങനെ നിൽക്കുന്ന ആരും വന്നില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ ഇവരുടെ ഈ കഥയൊക്കെ അറിയുമ്പോൾ വിട്ടേച്ച് പോകും. അതുകൊണ്ടാണ് ഈ ആങ്ങളെയും പെങ്ങളും കൂടെ ഈ വരുന്ന കല്യാണമൊക്കെ മുടക്കുന്നേ. എന്റെ വീട്ടിലുണ്ട് മാഷെ വയ്യാത്തൊരമ്മ. ആ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു കല്യാണം കഴിക്കാവുന്ന തന്നെ വെച്ച്. അതെ, നിങ്ങളുടെ വീട്ടില് എനിക്കൊപ്പം എന്റെ അമ്മയ്ക്കും കൂടെ കുറച്ച് സ്ഥലം ഉണ്ടാവും. ശരിയാട്ടാ. പേര് റീൽ ചിത്രം നാട്ടാ സംഭവമാക്കി കേട്ടോ. എൻ്റെ അമ്മ ഒറ്റക്കാവുന്നോണ്ട് അവൻ അങ്ങനെ ഇതാക്കിയത്. നല്ല അടിപൊളി കണ്ടന്റ് കേട്ടോ. നല്ല വീഡിയോ സെറ്റായി.